ഒക്കെ അപ്പം ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ബിരിയാണി റിവ്യൂവിൻ്റെ വ്ളോഗ് കണ്ടിട്ട് ആലുവയിലുള്ള പിലാവ് കിച്ചൻ്റെ ബിരിയാണി അവർ റിവ്യൂ ചെയ്യാവോ എന്ന് ചോദിച്ച് നമ്മൾ മേടിച്ച് റിവ്യൂ ചെയ്യുന്നതാണ്. അതായത് ലൈക്ക് അവർ നമ്മുടെ വീഡിയോ, അതായത് ഞങ്ങൾ ആ ഒരു 30 മിനിറ്റ് എടുത്ത് അവർ ജെന്യുവിൻ റിവ്യൂ ചെയ്തത് അവർക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. കമ്പാരിസൺ റിവ്യൂ, ബിരിയാണി കമ്പാരിസൺ. സോ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നും അല്ല. കഴിച്ചിട്ട് ഞങ്ങളുടെ ജെന്യുവിൻ റിവ്യൂ തന്നെ പറയാൻ അവര് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ കഴിക്കും എന്നോർത്ത് ഒരു ദയാദാക്ഷിണ്യം കാണത്തില്ല. ആരുടെയൊക്കെ അഭിപ്രായം എനിക്കറിയത്തില്ല, എനിക്ക് ഒരു ദയാദാക്ഷിണ്യം കാണത്തില്ല. ഞങ്ങളുടെ ജെന്യുവിൻ റിവ്യൂ, ബിരിയാണിയെ കുറിച്ചുള്ള ഞങ്ങളുടെ ജെന്യുവിൻ റിവ്യൂ ആണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ ഇവരുടെ പാക്കിംഗ് അടിപൊളിയായിരുന്നു. മറ്റേ ഗോ ഗ്രീൻ കോൺസെപ്റ്റാണ്, മറ്റേ അലുമിനിയം ഫോയിൽ അല്ല, ഒരു പേപ്പർ പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ സൈഡായിട്ട് സാലഡും പപ്പടവും 2 അച്ചാറും ചമ്മന്തിയും ഉണ്ട്. പിന്നെ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഒരു ബ്രോഷർ തന്നിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഫ്രഷ് ചിക്കൻ ആണ്, പ്രീമിയം റൈസ് ആണ്, പ്രീമിയം മസാല, പ്രീമിയം നെയ്യ്, വനസ്പതി ഇല്ല, അജിനോമോട്ടോ ഇല്ല, സിന്തറ്റിക് കളറോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ബേസിക്കലി കിഡ്സ് ഫ്രണ്ട്ലി ആണെന്നാ പറയുന്നത്. കിഡ്സ് ഫ്രണ്ട്ലി പറഞ്ഞാൽ താഴെ ഇരിപ്പുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല നെയ്യുടെ ഒക്കെ ഒരു മണവും കളറും. ബേസിക്കലി അവര് പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊരു കല്യാണ ചോറാണ്. 10-20 വർഷം മുമ്പൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന കല്യാണ വീട്ടിലെ ചോറ്. ബിരിയാണി എന്നതിലുപരി കല്യാണ ചോറെന്നാണ്, കല്യാണ ചോറെന്നാ പറയുന്നത്. അപ്പൊ 20 വർഷം മുമ്പൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന പാം ഓയിലോ അങ്ങനെയൊന്നും ഇല്ല, നെയ്യും വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഒതന്റിക് രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് ഇതിന്റെ അകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ എത്രത്തോളം ഇതിന് ഈ പറയുന്ന പോലെ പോസിറ്റീവ്സ് ഉണ്ട്, ഇതൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അൾട്ടിമേറ്റ്ലി ഭക്ഷണം കഴിക്കുമ്പോൾ രുചി വേണം. ഇപ്പം മനുഷ്യൻ ഇതെല്ലാം ഇതിന്റെ അകത്ത് ഇന്ന ഉണ്ടോ എന്നുള്ളത് പെറുക്കി നോക്കുന്ന കാര്യമല്ല. കസ്റ്റമർ പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു, ലീഗലി നമുക്ക് ഇന്ന സാധനങ്ങൾ ഇടാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടുന്നതിൽ യാതൊരു തെറ്റുമില്ല, അതൊരു കുറ്റമല്ല. പക്ഷെ അവരത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് അവരത് ചെയ്യുന്നു. വി ഷുഡ് അപ്രീഷിയേറ്റ് ദം. ബട്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. ഫുഡ് ടേസ്റ്റ് ചെയ്തിരിക്കണം. ഇതാണ് കിഡ്സ് ഫ്രണ്ട്ലി ബിരിയാണി. എങ്ങനെയുണ്ടടാ? ആ സൂപ്പർ. ഇതുണ്ടോ ഈ സാധനം? ഞങ്ങൾ ഉറക്കം വന്നിരിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയുണ്ട് കേട്ടോ ഫ്രെയിമില് ഇന്ന് ബിരിയാണി റിവ്യൂ ചെയ്യാൻ. ബർഗർ ചിക്കൻ ആണോ ബീഫ് ആണോ അതോ രണ്ടിലും ബർഗർ ആണോ പറയുന്നതെന്ന് പറയുന്ന ഒരു കോൺസ്പിറസി നടക്കുന്ന സാധനമാണ് ബിരിയാണിയിൽ മുട്ട. എനിക്കൊന്ന് കോഴിക്കോട് ബിരിയാണിയിലൊന്നും മുട്ടയില്ലാന്ന് തോന്നുന്നു. എങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് ബിരിയാണിക്ക് മുട്ട വേണം. നമ്മുടെ ബിരിയാണിയിൽ മുട്ടയുണ്ട്, എനിക്കും വേണം. പക്ഷെ നമുക്ക് മുട്ട വേണ്ട പറഞ്ഞാൽ നമ്മൾ പുഴുങ്ങി നമ്മുടെ അടുക്കളയിലെ മുട്ട. സോ അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യുവാണേ. കിട്ടൂ അമ്മയുടെ പ്ലേറ്റ് ആണ്. അമ്മായിയമ്മയ്ക്ക് വിളമ്പി കൊടുക്കുന്ന മരുമകൻ. അച്ചാറ് നല്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു അച്ചാറ്. ഞങ്ങളിവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക, കയ്യില് ക്യാമറയായിട്ട്. നെയ്യുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, ഒത്തിരി ഇല്ല, ആവശ്യത്തിനുള്ള എല്ലാ ആവശ്യത്തിനും നല്ല ബിരിയാണി. നമുക്ക് മടുപ്പ് തോന്നുന്നില്ല ഇത് കഴിക്കും. ഈ ബിരിയാണിക്ക് ദമ്മ് പൊട്ടിച്ച് കഴിയുമ്പോ എന്തോ റാസാന്നോ അങ്ങനെ ഒരു സാധനമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലായിരിക്കും ഇതിന്റെ മസാല ഉള്ളത്. പക്ഷെ ഇതിനകത്ത് ഓവർ മസാല ഇല്ല കേട്ടോ. മീൻസ് എനിക്ക് ഓവർ മസാല വേണ്ട, കറക്റ്റ് പരുവത്തിലാണ് എല്ലാം വേണ്ടത്. പരിപാടി റൈസ് ഇങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാ വേവ് ഇല്ലാതെ ഇല്ല. ഞാൻ വിട്ട് അങ്ങനെ കിടക്കുന്നു. എനിക്ക് ബേസിക്കലി ഈ അച്ചാറും കാര്യങ്ങളൊന്നും അങ്ങനെ വേണം നിർബന്ധമുള്ള ആളല്ല കേട്ടോ. ലൈക്ക് ഇതിന്റെ ഒരു മിക്സിങ് സാധനങ്ങളൊന്നും വേണമെന്ന് എനിക്ക് വലിയ നിർബന്ധമുള്ള ആളല്ല. മുട്ട അവസാനം എടുക്കാം. മുട്ട നമ്മുടെ അല്ലേ, അതപ്പോ അതില്ലാതെ ഇവരുടെ മാത്രം ബിരിയാണി ആയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ആദ്യം ഞാൻ റൈസ് ഒന്ന് നോക്കിട്ട് പറയാവേ. നല്ല റൈസ് ആവട്ടോ, ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് റൈസ് വിത്ത് മസാല എന്ന് പറയാം. ഇനി അച്ചാർ നാരങ്ങയോട് കൂടി ഞാൻ കഴിച്ചിട്ട് പറയാം. നാരങ്ങയൊക്കെ പുളിയാണ്, ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇതില്ല നാരങ്ങ അച്ചാർ കേട്ടോ. തേങ്ങാ ചമ്മന്തി ഒരു നോർമൽ ചമ്മന്തി എന്നുള്ളതേ ഉള്ളൂ. അതിന് ബിരിയാണിയുടെ കൂടെ അത് വർക്കാവുമെന്ന് കഴിച്ച് നോക്കിട്ട് പറയാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ പറയാവേ.
ദിസ് ഈസ് ഗുഡ്. എനിക്കൊരു ഭയങ്കര വാവ് സാധനം ബേസിക്കലി തോന്നില്ല, പക്ഷെ ഇത് നല്ലതാണ്. ഭയങ്കരം ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഇച്ചിരി പുളി കൂടുതൽ കയറി വന്നു എന്ന് എനിക്ക് സംശയം. എനിക്കൊന്ന് സാലഡിൻ്റെ പുളി കയറി വന്നു തോന്നുന്നു. ഈ ചിക്കനും നല്ല വേവാണ് കേട്ടോ. ചിക്കൻ്റെ കാര്യം ഞാൻ പറയാൻ പറ്റുമോ? ഞാൻ എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കുവാണെങ്കിൽ വിത്തൗട്ട് മുട്ട. നല്ലതാ കേട്ടോ, നല്ല ബിരിയാണി. നല്ല ബിരിയാണിയാണ് കേട്ടോ. ബേസിക്കലി നല്ല നാരങ്ങാച്ചാറാ. തേങ്ങാ ചമ്മന്തിക്കാണെങ്കിലും വീട്ടിലരയ്ക്കുന്ന തേങ്ങാ ചമ്മന്തിയുടെ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ വീട്ടിൽ നമ്മൾ ചോറിനൊക്കെ അരക്കിയല്ലേ ആ ഒരു തേങ്ങാ ചമ്മന്തിയുടെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ തൈരാണെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഒരു തൈരില്ലേ, കടയിൽ നിന്ന് മേടിക്കുന്ന. എനിക്ക് ബേസിക്കലി റൈസ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, ചിക്കൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു ഇച്ചിരി കുറവായിട്ട് തോന്നിയത് എനിക്ക് തോന്നുന്നു മസാല, മേ ബി എനിക്ക് കിട്ടിയ മസാല കുറച്ച് കുറവായിരുന്നു എന്ന് എനിക്കൊരു. മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മസാല പൊടിയുടെ അല്ല, ഈ സവോള അങ്ങനെ അത് കുറവാണ്. മസാല അവരാരും കൊടുക്കത്തില്ല. എനിക്ക് പേഴ്സണലി അത് കാരണം ഞാനിപ്പോൾ രണ്ടാമത് മസാല ഇട്ട് കഴിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു ബേസിക്കലി. അതിൻ്റെ അടിയിൽ കാണും. ഇപ്പോൾ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു കേട്ടോ. ഇവനെ വളരാൻ വിട്ടാൽ ചിലപ്പം ബാക്കി പലർക്കും പണി കിട്ടാനായിട്ടുള്ള സാധ്യത മുമ്പിൽ കാണുന്നു. ഇനി അങ്ങ് മുട്ട വേണം. സോറി, മുട്ട. റാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റാസ എന്നാണോ അതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. അതായത് ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ ദം ബിരിയാണിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല അടിയിലും ചിക്കൻ മസാലയൊക്കെ അടിയിൽ അതിന് മുകളിൽ റൈസുമായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഇത് മിക്സ് ആവാനായിട്ടുള്ള ദമ്മ് കൂടി മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ ഈ നോർമൽ ദം ബിരിയാണി പറയുന്ന പക്ഷേ ഈ മസാല റൈസ് മുകളിൽ, ചിക്കൻ താഴെ റൈസ് മുകളിൽ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫ്ലേവർ മുകളിലോട്ട്, ഫ്ലേവർ മുകളിലത്തെ റൈസ് സൈഡിലോട്ട് പിടിക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മസാലയുടെ വെള്ളം താഴെ ഇങ്ങനെ വീണ് കിടന്ന് കാണും. ആ മസാലയുടെ വെള്ളം മുകളിലോട്ട് ഇങ്ങനെ വെള്ളം ആവിയായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ആണ് ഈ തെളി കയറി വീണ്ടും പിടിക്കുന്നത് പോലെ. ദമ്മ് തുറന്നു കഴിയുമ്പോൾ അതിനെയാണ് റാസ എന്നാന്ന് തോന്നുന്നു അതിന്റെ പേര്. എന്താ കൃത്യം എനിക്ക് അതിന്റെ പേര് അറിയാം. പക്ഷെ തമിഴ്നാട് നേരെ തിരിച്ചല്ലേ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക, എല്ലാത്തിനും ടേസ്റ്റ് എല്ലാത്തിനും. ഞാൻ ഇതിനകത്തൊരു ആന്റി പറയുന്ന വീഡിയോ കണ്ടതാണ്. സാലഡ് എനിക്കും ഇഷ്ടപ്പെടില്ല. തൈരിന് നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ സാലഡ് എനിക്ക് എന്തോ ഇച്ചിരി ഉപ്പ് കുറവാണെന്നോ എന്തോ ഒരു സാധനം. പക്ഷെ ബിരിയാണി നല്ല ബിരിയാണിയാണ്. എനിക്ക് 2 പ്രശ്നങ്ങളൊക്കെ കിട്ടി. ആദ്യത്തെ ബൈറ്റിൽ എനിക്ക് മസാല ഭയങ്കര കുറവായിട്ട് ഫീൽ ആയി. എനിക്കൊരു ഇച്ചിരി കൂടെ മസാല വേണ്ടയാളാണ് എന്നോർത്ത് എനിക്ക് ഒത്തിരി മസാല ഉള്ളത് ഇഷ്ടമില്ല കേട്ടോ. കുറച്ചുകൂടെ സവോളയും കാര്യങ്ങളും ആവാം എന്നല്ലേ? സവോളയാണ് ബേസിക്കലി. ഞാൻ ആദ്യം ഉണ്ടാക്കിയൊരു സാധനം ഭയങ്കര ചാച്ച ആരെയും നിരുത്സാഹപ്പെടുത്തൊരു മനുഷ്യനെ. എന്റെ ബിരിയാണി പോലും ചാച്ച രണ്ടാമത് പോയി എടുത്തിട്ടുണ്ട്, പാവം. രണ്ടാമത് കഴിക്കുമ്പോ എനിക്കറിയില്ലോ ഞാൻ ഉണ്ടാക്കിയ സാധനം തന്നെയാണല്ലോ ചാച്ചയും കഴിച്ചത്. ഞാൻ കഴിച്ച സാധനം അതെ, ഞാൻ കഴിച്ച അതേ സാധനം തന്നെയാണല്ലോ ചാച്ചയും കഴിച്ചത്. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് മുടിഞ്ഞ ഉപ്പ് കാരണം വായി വെക്കാൻ പറ്റത്തില്ല ചാച്ച. എന്നാലും ചാച്ചയുടെ ഒരു ടാറ്റിക്സാ, ആദ്യം ചാച്ച കുറച്ചേ എടുക്കത്തുള്ളൂ. വേണമെങ്കിലും വേണ്ടെങ്കിലും രണ്ടാമത് എടുക്കും. അപ്പൊ ഉണ്ടാക്കിയ ആളിനെ സംബന്ധിച്ചും കൊടുക്കുന്ന ആളിനെ സംബന്ധിച്ചും അവര് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ രണ്ടാമതും എടുത്തു, ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് രണ്ടാമതും എടുത്തത്. അവരെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ് ചാച്ചയുടെ ഒരു ഐഡിയോളജി. മൂന്നാമത് അവരോട്ട് എടുക്കാൻ പറയത്തില്ല. എടുക്കാൻ പറയുകയാണെങ്കിൽ അന്നേരം പറയും ഞാൻ 2 വട്ടം എടുക്കും. പിന്നെ ഒരു കാര്യം പറയാം, ഡ്രൈ സൈഡിലാണ് ബിരിയാണി. അതായത് ഈ ഒരുപാട് മസാല ഇഷ്ടമുള്ളവര് ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഇത് വളരെ സട്ടിലായിട്ടുള്ള ഒരു ബിരിയാണിയാണ്, ഭയങ്കര സട്ടില്. രണ്ടാമത്തെ കാര്യം, റൈസ് ഒട്ടിപ്പിടിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ബിരിയാണിക്ക് വരുന്ന ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജസിലൊന്നും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈസ് ഇതിങ്ങനെ ചേർന്ന് ബിരിയാണി വിത്ത് മുട്ട ഇത്രയും കൂടെ എടുത്ത് trying this much big നല്ല ബിരിയാണിയാണ്. സാധാരണ ബിരിയാണി കഴിച്ചു കഴിയുമ്പം എനിക്ക് പെപ്സി വേണം.
പക്ഷെ ഇത് എനിക്ക് അങ്ങനെ വേണം തോന്നിയില്ല. ഇച്ചിരി കൂടെ ഒരു പൊട്ടിക്കും കൂടെ മസാല ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു പൊട്ടിക്കും ഞാൻ ഇനി എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എടാ എറണാകുളത്ത് നിന്ന് എവിടുന്ന് ബിരിയാണി വാങ്ങിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ കടാസ് ഇതായിരിക്കും പിലാവ് ആലുവ. ഇത് ക്ലൗഡ് കിച്ചൺ ആണ്. പിന്നെ എനിക്ക് അറിയാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ വേവ് കൂടിയാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ്. ബ്രസ്റ്റ് പീസിൽ വേവ് കൂടി കഴിഞ്ഞാൽ ഈ നമ്മൾ ചകിരി പോലെ ഇരിക്കത്തില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് വേവാത്തയായിരിക്കും, പക്ഷെ അത് വേവാത്തതല്ല, വേവ് കൂടി പോകുന്നത്. അന്നേരം ഈ ബ്രസ്റ്റ് പീസ് ഒരു ചകിരി പോലെ ഇരിക്കും. അപ്പൊ കഴിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പം നല്ല ബിരിയാണിയാണ്. മസാല പ്രേമികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മസാല ബിരിയാണി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലാതെ ഇവർ പറഞ്ഞതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണിക്കകത്ത് മസാല ആഡ് ചെയ്യാം. അപ്പാർട്ട് ഫ്രം ദ അടിപൊളി ബിരിയാണിയാണ്. എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്ക് ഇവിടെ നിന്ന് ഏത് ബിരിയാണി വാങ്ങിക്കണം, എറണാകുളത്ത് വന്നിട്ട് ഏത് ബിരിയാണി വാങ്ങിക്കണം എന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി കടയും കൂടെ ആഡായിരിക്കുകയാണ്. പിലാവ് പ്രീമിയം കിച്ചൺ ആലുവ. സോ എൻ്റെ അഭിപ്രായം ഇതാ, നല്ല ബിരിയാണി ആയിരുന്നു. പ്രത്യേകിച്ച് അച്ചാറ്, ആ റൈസ്, അത് നല്ലതായിരുന്നു. റൈസും നല്ല റൈസായിരുന്നു, നല്ല ഫ്ലേവർ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും ഒന്നിൽ വർക്ക് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സാലഡിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. രണ്ട്, ഒരു പൊടിക്ക് മസാലപ്പൊടി കൂട്ടാനല്ല, ഈ ഒരു സവോളയുടെയും തക്കാളിയുടെയും ഒക്കെ ഒരു കണ്ടന്റ്, ആ ഒരു മസാല ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ലതായിരിക്കും തോന്നി. കാരണം ബിരിയാണി കുറച്ച് ഡ്രൈ സൈഡില്ല, ഡ്രൈ സൈഡിൽ അങ്ങനത്തെ ബിരിയാണി അല്ലെങ്കിൽ മസാല ഉള്ള ബിരിയാണിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇത് നല്ല ഒരു സട്ടിൽ ബിരിയാണിയാണ്. ഒരു എന്താ പറയുന്നത്, നമുക്ക് മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ബിരിയാണിയാണ്. ഫസ്റ്റ് ബൈറ്റ് എനിക്ക് വർക്കൗട്ട് ആയതേ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന പോലെ തൈരിൻ്റെ പുളിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് കയറി വന്നു. അതാണ് എനിക്ക് കയറി വന്നത്. അപ്പോൾ എനിക്കത് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. രണ്ടാമത്തെ ബൈറ്റ് എനിക്ക് ഓക്കെ ആയിരുന്നു. മൂന്നാമത്തെ ബൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായി തുടങ്ങി. മൂന്നാമത്തെ ബൈറ്റിലാണ് എനിക്ക് ശരിക്കും ആ സവോളയും ആ ഇതൊക്കെ കൂടുതൽ എനിക്ക് കണക്ട് ആയത്. പിന്നെ എനിക്ക് അച്ചാർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൂട്ടി കഴിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് ബിരിയാണി പ്ലെയിൻ ആയിട്ട്, അതായത് എന്താണോ ബിരിയാണി അങ്ങനെ തന്നെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ കഴിക്കുമ്പം എനിക്ക് ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ഇച്ചിരിയും കൂടെ സവോള ആ മസാല എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് ഇനി ഇതിൻ്റെ അകത്ത് കൂടുതൽ മസാലപ്പൊടി ഇട്ട് അതിനെ വൃത്തികേടാക്കണം എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ എനിക്ക് സവോള അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ചും കൂടെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലതായിരിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അമ്മ വേറൊരു ഇച്ചിരി കാര്യത്തിനായിട്ട് പോയിരിക്കുക, പക്ഷെ അമ്മ ഭയങ്കര ബിരിയാണിയുടെ ഭയങ്കര ഫാനായി. മസാല ഓവറായിട്ട് ഇഷ്ടമുള്ളവർ ഈ ബിരിയാണി മേടിക്കാൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ നല്ല ബിരിയാണി കഴിക്കേണ്ടവർക്ക് ഈ ബിരിയാണി മേടിക്കാം. ആലുവയിലുള്ള പിലാവ് കിച്ചൺ, പിലാവ് പ്രീമിയം കിച്ചൺ, ക്ലൗഡ് കിച്ചൺ ആണ് സ്വിഗ്ഗി സൊമാറ്റോയിൽ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാൻ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഓർഗാനിക് അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന സാധനങ്ങളൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്കും ക്വാളിറ്റിയിൽ സാധനം ഉണ്ടാകും, പക്ഷെ ഒരു ടേസ്റ്റ് സാധാരണഗതി കിട്ടാറില്ല, അല്ലെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസ് സാധാരണഗതി സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയില്ല. ലൈക്ക് ആ ടേസ്റ്റിലൊരു അജിനോമോട്ടോ ഫ്രീ ആന്നൊക്കെ പറഞ്ഞാലും അത് ടേസ്റ്റിനെ ബാധിച്ചിട്ടുണ്ട്. മേ ബി അവര് വെളിച്ചെണ്ണയിലും ഇതിലൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം അത് ബാധിക്കാനെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടു പിലാവ് പ്രീമിയം കിച്ചൺ. അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.